കഴിഞ്ഞ എപ്പിസോഡിൽ സംഘകാലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. പുരാതന ദക്ഷിണേന്ത്യയുടെ വിശേഷങ്ങൾ അറിയുവാൻ പോകാം പുതിയൊരു വീഡിയോയിലേക്ക്. എന്താണ് സംഘം? ചുരുക്കി പറഞ്ഞാൽ പ്രാചീനകാലത്ത് മധുര ആസ്ഥാനമായി നിലനിന്നിരുന്ന പണ്ഡിത സഭയാണ് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഈ കാലഘട്ടത്തെ ചരിത്രകാരന്മാർ സംഘകാലമെന്നും വിശേഷിപ്പിക്കുന്നു. സംഘം എന്ന വാക്കിനർത്ഥം അസംബ്ലി, കോളേജ്, കൂട്ടം എന്നൊക്കെയാണ്. നദീതീരങ്ങളോട് ചേർന്നായിരുന്നു പുരാതന നാഗരികതകളുടെ എല്ലാം ആരംഭം. ദക്ഷിണേന്ത്യയിലും കാര്യങ്ങൾ മറിച്ചായിരുന്നില്ല. ജനങ്ങൾ നദീതീരങ്ങളിൽ താമസം ആരംഭിക്കുകയും കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം കാലിവളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയ പ്രവർത്തികളിൽ ഏർപ്പെടുവാനും ആരംഭിച്ചു. അങ്ങനെ ക്രമേണ നദികളുടെ തീരത്ത് ആദ്യകാല ചേര, ചോള, പാണ്ഡ്യരാജ്യങ്ങൾ ഉയർന്നു വന്നു. പ്രാചീന തമിഴകത്തെ ഭൂപ്രദേശങ്ങളെ 5 തിണകൾ അഥവാ ഭൂവിഭാഗങ്ങളായാണ് തിരിച്ചിരുന്നത്. ഇവ കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. പർവ്വത പ്രദേശങ്ങൾ കുറിഞ്ചി എന്നും, കുന്ന് അതുപോലെ പുൽമേടുകളൊക്കെയുള്ള പ്രദേശങ്ങൾ മുല്ലൈ എന്നും, മണൽ കലർന്ന പാഴ് പ്രദേശങ്ങൾ പാലൈ എന്നും, വയൽ പ്രദേശങ്ങൾ മരുതമെന്നും, അതുപോലെ കടൽ തീരം അല്ലെങ്കിൽ തീരപ്രദേശങ്ങൾ നെയ്തൽ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. അക്കാലത്ത് തെക്കേന്ത്യ ഭരിച്ചിരുന്ന പ്രബല രാജവംശങ്ങളായ ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാർ മൂവേന്തർമാർ അല്ലെങ്കിൽ മൂവേന്തറുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇവരിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ചേര രാജാക്കന്മാർ. ചേര രാജാക്കന്മാരെ ചരിത്രരേഖകളിൽ കേരളപുത്രാസ് എന്ന് വിശേഷിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തമിഴ്നാട് ഉൾപ്പെടുന്ന പ്രദേശത്തെ കൊങ്ങുനാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിൽ ആലപ്പുഴ തൊട്ട് കാസർഗോഡ് വരെയും, തമിഴ്നാട്ടിലെ ഈറോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ, നീലഗിരി, സേലം എന്നീ പടിഞ്ഞാറൻ ജില്ലകളും ഉൾപ്പെട്ടതായിരുന്നു ചേര സാമ്രാജ്യം. ചേര രാജാക്കന്മാരെ നമുക്ക് ആദ്യകാല ചേരരെന്നും പിൽക്കാല ചേരരെന്നും രണ്ടായി തരംതിരിക്കാം. ആദ്യകാല ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്ത് വഞ്ചി അഥവാ തിരുവഞ്ചിക്കുളം എന്ന പ്രദേശത്തായിരുന്നു. എന്നാൽ പിൽക്കാല ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം തമിഴ്നാട്ടിലെ കരൂർ എന്ന സ്ഥലത്താണ് എന്ന് കരുതപ്പെടുന്നു. ഉദയൻ ചേരലാതനാണ് ചേരവംശത്തിലെ ആദ്യ ഭരണാധികാരിയായി അറിയപ്പെടുന്നത്. പെരും ചോറ്റു ഉദയൻ, വാനവരമ്പൻ എന്നീ പേരുകളിലും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കോമൺ ഇറ 105 മുതൽ 130 വരെയുള്ള 25 വർഷങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടമായി കരുതപ്പെടുന്നത്. ഇന്നത്തെ ആലപ്പുഴ ജില്ലയിലെ അപ്പർ കുട്ടനാട്ടിൽ ഉൾപ്പെടുന്ന ചങ്ങനാശ്ശേരിയോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ് ഉദയൻ ചേരലാതൻ്റെ തലസ്ഥാനമായി പറയപ്പെടുന്നത്. അമ്പും വില്ലുമായിരുന്നു ചേര രാജാക്കന്മാരുടെ കുടയടയാളം. ചേര സാമ്രാജ്യത്തിലെ 2ാം ഭരണാധികാരിയായിരുന്നു ഉദയം ചേരലാതൻ്റെ പുത്രനായ നെടും ചേരലാതൻ. ഇദ്ദേഹം ഇമയവരമ്പൻ, അതിരാജ തുടങ്ങിയ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. കോമൺ ഇറ 130 മുതൽ 188 വരെയുള്ള 58 വർഷങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടമായി വിശേഷിപ്പിക്കുന്നത്. നെടുംചേരലാതൻ്റെ പുത്രനായ ചേരൻ ചെങ്കുട്ടുവനായിരുന്നു ചേരവംശത്തിലെ ശക്തനായ മറ്റൊരു ഭരണാധികാരി. കടൽ പിറകുട്ടിയ വേൽക്കേഴു കുട്ടുവൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം കോമൺ ഇറ 188 മുതൽ 243 വരെയുള്ള 55 വർഷക്കാലം ചേരനാടിൻ്റെ ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് പ്രശസ്തമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രം പണി കഴിപ്പിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. കുലശേഖര ആൾവാർ ആണ് 2ാം ചേര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത്. AD 800 മുതൽ 820 വരെയുള്ള 20 വർഷങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത്. ഇദ്ദേഹം കുലശേഖരവർമ്മൻ, കുലശേഖര നായനാർ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. കോമൺ ഇറ 1090 മുതൽ 1102 വരെ ഭരണം നടത്തിയിരുന്ന രാമവർമ്മ കുലശേഖരനാണ് ചേരപെരുമാൾ രാജവംശത്തിൻ്റെ അവസാന ഭരണാധികാരിയായി അറിയപ്പെടുന്നത്. ചോളന്മാരാൽ പിടിച്ചടക്കപ്പെട്ട കൊല്ലം, തിരുവനന്തപുരം, നാഗർകോവിൽ എന്നീ പ്രദേശങ്ങൾ കുറച്ചു കാലത്തേക്കെങ്കിലും തൻ്റെ ഭരണപരിധിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തെ എടുത്തു പറയത്തക്ക നേട്ടമായി കണക്കാക്കപ്പെടുന്നത്. ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന പുരാതന രാജവംശങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ചോഴ രാജവംശം. പല്ലോ ഭരണത്തിന് കീഴിൽ കാവേരി നദിക്കടുത്തുള്ള ഉറയൂരിനെ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഒരു ചെറിയ നാട്ടുരാജ്യമായിരുന്നു ചോഴരാജ്യം. അതിഗംഭീരമായ ഇച്ഛാശക്തിയുടെയും യുദ്ധതന്ത്രങ്ങളുടെയും ഉടമകളായ ചോഴന്മാർ ആ ചെറിയ പ്രദേശത്തു നിന്നും തെക്കേ ഇന്ത്യ കണ്ട ഏറ്റവും പ്രബല രാജവംശങ്ങളിലൊന്നായി മാറുകയും ശ്രീലങ്ക, മ്യാൻമാർ, മലേഷ്യ, മാലദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. BC 301 മുതൽ AD 1270 വരെയാണ് ചോഴന്മാരുടെ ഭരണകാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത്. എന്നിരുന്നാലും AD 8ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിനെ ചോഴ സാമ്രാജ്യത്തിൻ്റെ സുവർണ്ണ കാലഘട്ടമായി വിശേഷിപ്പിക്കപ്പെടുന്നു. ഏകദേശം ഇന്നത്തെ തിരുച്ചിറപ്പള്ളി, തിരുവാരൂർ, നാഗപട്ടണം, അരിയലൂർ, പെരുമ്പാലൂർ, പുതുക്കോട്ടൈ, തഞ്ചാവൂർ അതുപോലെ പോണ്ടിച്ചേരി ഉൾപ്പെട്ട കരികാൽ തുടങ്ങിയ ജില്ലകൾ ഉൾപ്പെട്ടതായിരുന്നു ചോഴരാജ്യം. വാണിജ്യപരമായി ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാവേരി പൂമ്പട്ടണം ആസ്ഥാനമായ തുറമുഖം വഴിയാണ് ചോഴന്മാരുടെ കടൽ മാർഗമുള്ള വ്യാപാരങ്ങളും യുദ്ധമുന്നേറ്റങ്ങളും നടന്നിരുന്നത്. കരികാല ചോഴനെയാണ് ആദ്യകാല ചോഴ രാജാക്കന്മാരിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി കണക്കാക്കപ്പെടുന്നത്. ഇദ്ദേഹം കരികാൽ പെരുവളത്താൻ എന്ന പേരിലും വിളിക്കപ്പെടുന്നു.
കരികാല ചോഴൻ 2000 വർഷങ്ങൾക്ക് മുൻപ് ജലസേചന ആവശ്യങ്ങൾക്കായി കാവേരി നദിയിൽ പണി കഴിപ്പിച്ച കല്ലണൈ ഡാം ലോകത്തിൽ തന്നെ ഇന്നും ഉപയോഗത്തിലുള്ള ഏറ്റവും പഴയ ഡാമുകളിൽ ഒരെണ്ണമായി നിലകൊള്ളുന്നു. BC 1003-1010 കാലയളവിൽ രാജരാജ ചോഴൻ ഒന്നാമനാൽ പണി കഴിപ്പിക്കപ്പെട്ട തഞ്ചാവൂരിലെ അതിപ്രശസ്തമായ ബൃഹദീശ്വര ടെമ്പിൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെട്ട അസാമാന്യ നിർമ്മിതികളിൽ ഒന്നാണ്. ഉത്തരേന്ത്യയിലേക്കുള്ള തൻ്റെ പടയോട്ടത്തിൽ രാജേന്ദ്ര ചോഴൻ ഒന്നാമൻ പാലരാജാവായ മഹീപാലനെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും അതിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹം പുതിയൊരു തലസ്ഥാന നഗരി പണി കഴിപ്പിക്കുകയും ചെയ്തു. BC 1025 തമിഴ്നാട്ടിലെ ഇന്നത്തെ അരിയല്ലൂർ ജില്ലയിൽ രാജേന്ദ്ര ചോഴൻ ഒന്നാമനാൽ പണി കഴിപ്പിക്കപ്പെട്ട ഗംഗൈകൊണ്ട ചോളപുരം എന്ന പുതിയ തലസ്ഥാന നഗരിയാണ് പിന്നീട് തുടർന്ന് ഇങ്ങോട്ടുള്ള 250 വർഷത്തേക്ക് ചോഴ സാമ്രാജ്യത്തിൻ്റെ ഭരണസിരാകേന്ദ്രമായി വർത്തിച്ചത്. AD 848 വിജയരായ ചോഴർ തഞ്ചാവൂരിലെ രാജാവായ മുത്തരായരെ കീഴ്പ്പെടുത്തിയതിലൂടെ ചോഴ സാമ്രാജ്യത്തിന് തുടക്കം കുറിക്കുകയും തുടർന്ന് AD 1279 അവസാന രാജാവായ രാജേന്ദ്ര ചോഴൻ മൂന്നാമൻ്റെ ഭരണത്തോടുകൂടി അവസാനിക്കുന്നതുമാണ് ചോഴ സാമ്രാജ്യത്തിൻ്റെ ടൈം ലൈൻ. ചോദ്യങ്ങളിലേക്ക് പോവാം. ചോദ്യം നമ്പർ 1. ചേര വംശത്തിലെ ആദ്യ ഭരണാധികാരിയായി അറിയപ്പെടുന്നതാര്? ഉത്തരം ഉദയൻ ചേരലാതൻ. ചോദ്യം നമ്പർ 2. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകൾ ഏതെല്ലാം? ഉത്തരം പെരും ചോറ്റു ഉദയൻ, വാനവരമ്പൻ. ചോദ്യം നമ്പർ 3. ഉദയൻ ചേരലാതൻ്റെ ഭരണകാലഘട്ടം ഏതാണ്? ഉത്തരം കോമൺ ഇറ 105 മുതൽ 130 വരെയുള്ള 25 വർഷം. ചോദ്യം നമ്പർ 4. ചേര സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയായി അറിയപ്പെടുന്നതാര്? ഉത്തരം ഉദയൻ ചേരലാതൻ്റെ പുത്രനായ നെടും ചേരലാതൻ. ചോദ്യം നമ്പർ 5. മറ്റ് ഏതെല്ലാം പേരുകളിലാണ് നെടും ചേരലാതൻ അറിയപ്പെടുന്നത്? ഉത്തരം ഇമയവരമ്പൻ, അധിരാജ. ചോദ്യം നമ്പർ 6. നെടും ചേരലാതൻ്റെ ഭരണകാലഘട്ടം ഏതാണ്? ഉത്തരം കോമൺ ഇറ 130 മുതൽ 188 വരെയുള്ള 58 വർഷങ്ങൾ. ചോദ്യം നമ്പർ 7. കടൽ പിറകൊട്ടിയ വേലിക്കേഴു കുട്ടുവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചേര രാജാവ് ആര്? ഉത്തരം നെടും ചേരലാതൻ്റെ പുത്രനായ ചേരൻ ചെങ്കുട്ടുവൻ. ചോദ്യം നമ്പർ 8. ചേരൻ ചെങ്കുട്ടുവൻ്റെ ഭരണകാലഘട്ടം ഏതാണ്? ഉത്തരം കോമൺ ഇറ 188 മുതൽ 243 വരെയുള്ള 55 വർഷങ്ങൾ. ചോദ്യം നമ്പർ 9. പ്രശസ്തമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രം പണി കഴിപ്പിച്ച ചേര രാജാവ് ആര്? ഉത്തരം ചേരൻ ചെങ്കുട്ടുവൻ. ചോദ്യം നമ്പർ 10. പിൽക്കാല ചേര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നതാര്? ഉത്തരം AD 800 മുതൽ 820 വരെ ഭരണം നടത്തിയ കുലശേഖര ആൾവാർ. ചോദ്യം നമ്പർ 11. കുലശേഖര ആൾവാർ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതെല്ലാം? ഉത്തരം കുലശേഖരവർമ്മൻ, കുലശേഖര നായനാർ. ചോദ്യം നമ്പർ 12. ചേരപെരുമാൾ രാജവംശത്തിൻ്റെ അവസാന ഭരണാധികാരിയായി അറിയപ്പെടുന്നതാര്? ഉത്തരം രാമവർമ്മ കുലശേഖരൻ. ചോദ്യം നമ്പർ 13. ചേര രാജാക്കന്മാരുടെ കൊടിയടയാളം എന്ത്? ഉത്തരം അമ്പും വില്ലും. ചോദ്യം നമ്പർ 14. ചേര രാജാക്കന്മാരുടെ തലസ്ഥാന നഗരി ഏത്? ഉത്തരം വഞ്ചി അല്ലെങ്കിൽ കരൂർ. ചോദ്യം നമ്പർ 15. ചോഴ രാജവംശത്തിൻ്റെ സ്ഥാപകനാര്? ഉത്തരം വിജയലായ ചോഴൻ. ചോദ്യം നമ്പർ 16. വിജയലായ ചോഴൻ്റെ ഭരണകാലത്ത് ചോഴന്മാരുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം തഞ്ചാവൂർ. ചോദ്യം നമ്പർ 17. ചോഴ രാജാക്കന്മാരിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കരികാല ചോഴൻ. ചോദ്യം നമ്പർ 18. ചോഴ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം തഞ്ചാവൂരിൽ നിന്നും ഗംഗൈകൊണ്ട ചോളപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ച ഭരണാധികാരി ആര്? ഉത്തരം രാജേന്ദ്ര ചോഴൻ ഒന്നാമൻ. ചോദ്യം നമ്പർ 19. കല്ലണൈ ഡാം പണി കഴിപ്പിച്ചതാര്? ഉത്തരം കരികാല ചോഴൻ. ചോദ്യം നമ്പർ 20. തഞ്ചാവൂരിലെ പ്രശസ്തമായ ബൃഹദീശ്വര ടെമ്പിൾ പണി കഴിപ്പിച്ചതാര്? ഉത്തരം രാജരാജ ചോഴൻ ഒന്നാമൻ. ചോദ്യം നമ്പർ 21. ചോഴന്മാരുടെ പ്രധാന തുറമുഖം ഏതായിരുന്നു? ഉത്തരം കാവേരി പൂമ്പട്ടണം. ചോദ്യം നമ്പർ 22. ചോഴ രാജാക്കന്മാരുടെ കൊടിയടയാളം എന്ത്? ഉത്തരം ഉയർന്നു ചാടുന്ന കടുവ. ചോദ്യം നമ്പർ 23. ചോഴ രാജാക്കന്മാരിലെ അവസാനത്തെ ഭരണാധികാരി ആര്? ഉത്തരം രാജേന്ദ്ര ചോഴൻ മൂന്നാമൻ. ഒരുമിച്ച് പഠിക്കാം, ഒന്നിച്ചു മുന്നേറാം. വീണ്ടും കാണാം പുതിയൊരറിവുമായി അടുത്ത ദിവസം.